ഗാന്ധി കുടുംബത്തെ കടന്നാക്രമിക്കുന്ന ഒരു പ്രവണതയാണ് ബി.ജെ.പിക്കുള്ളത്. എന്നാൽ ബി.ജെ.പിയെയും കോൺഗ്രസിനെയും രാജ്യത്തെ ജനങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ടാണ് കേന്ദ്ര യൂണിയൻ മിനിസ്റ്റർ നിതിൻ ഗഡ്കരിയുടെ ഇന്ദിരാഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രസ്താവന. ഇന്ദിരാഗാന്ധിക്ക് കഴിവ് തെളിയിക്കാൻ വനിതാ സംവരണം ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണ് ഗഡ്കരി പറഞ്ഞത്. സംവരണത്തിന്റെയൊന്നും ആനുകൂല്യമൊന്നും ഇല്ലാതിരുന്നിട്ടാണ് അധികാരസ്ഥാനങ്ങൾ ഇന്ദിര വെട്ടിപ്പിടിച്ചത്. പാർട്ടിയിലെ പുരുഷ നേതാക്കളെക്കാൾ മികച്ച ഭരണം കാഴ്ചവെച്ച ഭരണാധികാരിയായിരുന്നു ഇന്ദിരയെന്നും ഗഡ്കരി കൂട്ടിച്ചേർത്തു. താൻ വനിതാ സംവരണത്തിന് എതിരല്ല എന്നും എന്നാൽ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് എതിരഭിപ്രായമാണ് ഉള്ളതെന്നും ഗഡ്കരി വ്യക്തമാക്കി. ഒരു വ്യക്തിയെ അളക്കേണ്ടത് അവരുടെ കഴിവ് മുൻനിർത്തിയാണ്, അല്ലാതെ മതത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിലല്ല എന്നും നിതിൻ ഗഡ്കരി പറഞ്ഞു. സ്ത്രീ സംവരണത്തിന്റെ പിൻബലമില്ലാതെ രാഷ്ട്രീയത്തിൽ തിളങ്ങിയ വനിതകളാണ് കേന്ദ്രമന്ത്രി സുഷമ സ്വരാജും ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജനുമെന്ന് നിതിൻ ഗഡ്കരി പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചു. നാഗ്പൂരിൽ വനിതാ സ്വയം സഹായ സംഘം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയായിരുന്നു ഇന്ദിരാഗാന്ധിയെ പ്രശംസിച്ച് ഗഡ്കരി രംഗത്തെത്തിയത്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ പിൻബലത്തോടെയാണ് ഇന്ദിര അധികാരത്തിലെത്തിയത് എന്ന വിമർശനമാണ് ഇത്രയും കാലം ബി.ജെ.പിയും RSSും ഉന്നയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ നിതിൻ ഗഡ്കരിയുടെ പ്രസ്താവന ഇരു പാർട്ടികൾക്കും തിരിച്ചടിയായിരിക്കുകയാണ്. സായിബാബയുടെയോ ഗജാനൻ മഹാരാജിന്റെയോ മതം നാം തിരക്കാറുണ്ടോ? ഛത്രപതി ശിവജി മഹാരാജ്, ഡോക്ടർ അംബേദ്കർ തുടങ്ങിയവരുടെ ജാതിയും ആരും തിരക്കാറില്ല. തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോഴുള്ള ഗഡ്കരിയുടെ തുറന്നു പറച്ചിലുകൾ പാർട്ടി നേതൃത്വത്തിനെ വെട്ടിലാക്കിയിരിക്കുകയാണ്.